ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചനം പഠിക്കുവാനായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഈ ക്വാർട്ടറിൽ നാം പഠിക്കുവാൻ പോകുന്നത് സ്വർഗത്തെയും ഭൂമിയെയും ഏകീകരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഫിലിപ്പിയ ലേഖനവും കൊലോസ്യ ലേഖനത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾക്ക് നന്നായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രാവശ്യത്തെ പാഠം നാം പഠിക്കുന്നത്. ഈ പാഠത്തിൻ്റെ മനഃപ്പാഠവാക്യം, അവനിൽ ഇരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഫിലിപ്പിയർ 3:10-11. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രാജാവ് BC 353 ഒരു പ്രദേശം പിടിച്ചടക്കി തൻ്റെ പേരിട്ടതാണ് ഫിലിപ്പി. ഫിലിപ്പിയ ലേഖനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സകല നാമത്തിനും മേലായി ഉയർത്തപ്പെട്ട നാമം. യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ആദ്യം സുവിശേഷം കേട്ട് കർത്താവിനെ വിശ്വസിച്ചത് ഫിലിപ്പിയ പട്ടണത്തിലെ ലുദിയ എന്ന സ്ത്രീയാണ്. അതിനോടുകൂടി എപ്പിപ്പാസും ചേർന്നിട്ടുണ്ട്. ഇന്ന് നാം പഠിക്കുന്നത് പാഠം 6, ക്രിസ്തുവിൽ മാത്രം ആത്മവിശ്വാസം. ഞാൻ വീണ്ടും മനഃപ്പാഠമാക്കി ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. അവനിൽ ഇരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഫിലിപ്പിയർ 3:10-11. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിനെ സ്തുതിക്കുവാനും തിരുവചനം പഠിക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്ത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. തിരുവചനം പഠിക്കുവാനായി ഞങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ വിനയപ്പെട്ടു വരുമ്പോൾ തിരുമേനിയുടെ കൃപ ധാരാളമായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ ശ്രോതാക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. മാനവും മഹത്വവും അങ്ങയുടെ തൊടുവിലങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ശരിക്കും പ്രവൃത്തി കൊണ്ട് നമ്മുടെ രക്ഷ നേടിയെടുക്കുവാൻ കഴിയുമെന്ന് ധാരാളം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അവർ വിശ്വസിക്കുന്ന യഹൂദന്മാർ വിശ്വസിച്ചാൽ രക്ഷയ്ക്ക് പരിച്ഛേദന ആവശ്യമാണെന്നും അവർ വിശ്വസിച്ചു. എന്നാൽ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തിരുവചനം പറയുന്നത് പ്രപഞ്ചം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രദർശനമെന്നാണ്. പൈശാചിക ശക്തികളെല്ലാം കൂടി ഉയർപ്പിനെതിരായി നിന്നെങ്കിലും അതിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പൗലോസ് കർത്താവിനോടുകൂടി മരണത്തോടും ഉയർപ്പിനോടും എല്ലാം താരതമ്യപ്പെടുവാൻ ആഗ്രഹിച്ചു. എല്ലാം അതുകൊണ്ട് ചവറ് എന്ന് എണ്ണുന്നു. യേശു ക്രിസ്തുവിനെ പ്രതി തൻ്റെ എല്ലാ പ്രൗഢികളും അടിച്ചുവാരി കളയുന്ന ഉച്ഛിഷ്ടത്തോട് ഉപമിച്ച് ചവറ് എന്ന് എണ്ണുന്നു എന്ന് പറയുന്നു. അതെല്ലാം ഉപേക്ഷിക്കുവാൻ അപ്പോസ്തലൻ തയ്യാറാണ്. ക്രിസ്തുവിനെ പ്രതി നമ്മൾ ചിലതെല്ലാം ഉപേക്ഷിക്കേണ്ടതായി വരും. ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ കർത്താവിൽ സന്തോഷിക്കുന്നു. ഫിലിപ്പിയർ 3:1-3 ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. ഇത് നിങ്ങൾക്ക് ഉറപ്പുമാകുന്നു. അപ്പോസ്തലൻ്റെ വാക്കുകളാണ് ഞാനിപ്പോൾ വായിച്ചത്. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ.
ഈ സന്തോഷിപ്പീൻ എന്ന ഈ ലേഖനത്തിൽ 3 വാക്യങ്ങളിലായി 5 പ്രാവശ്യം അപ്പോസ്തലൻ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, സന്തോഷിപ്പീൻ. ജയിലിൽ അങ്ങേയറ്റം കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന പൗലോസ് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ആവർത്തിച്ചു പറയുന്നു. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പാൻ കഴിയുന്നത് ആർക്കാണ്? ദൈവമക്കൾക്കാണ്. അത് ആവർത്തിച്ചു പറയുന്നതിൽ പൗലോസ് അപ്പോസ്തലന് ഒരു മടുപ്പുമില്ല എന്നാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16:25 ഫിലിപ്പിയയിലെ കാരാഗ്രഹത്തിൽ പൗലോസ് പാടി സ്തുതിച്ചത് എല്ലാ ഫിലിപ്പിയ വിശ്വാസികൾക്കും അറിയാവുന്നതാണ്. കരയേണ്ട സ്ഥാനത്ത് സന്തോഷിക്കുന്ന അപ്പോസ്തലൻ. അത് അധികം പേർക്ക് കഴിയുകയില്ല, എന്നാൽ അത് ആത്മാവിൻ്റെ ഫലമാണ്. ഈ ലേഖനത്തിൻ്റെ പ്രധാന പ്രമേയവും, ഈ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പ്രധാന പ്രമേയവും സന്തോഷിപ്പീൻ എന്നുള്ളതാണ്. ശരിക്കും ഫിലിപ്പിയർ 3:2 ഈ വാക്യത്തിൽ എതിരാളികളെയാണ് പൗലോസ് അപ്പോസ്തലന് നായ്ക്കൾ, ആകാത്ത വേലക്കാർ, വിച്ഛേദനക്കാർ എന്ന് പറയുന്നത്. ഈ വാക്യത്തിൽ ശരിക്കും ആ വിശേഷണം ശരിക്കും യോജിക്കുന്നത് യഹൂദന്മാർക്കാണ്. എന്താണ് വിശേഷണം? നായ്ക്കള്, ആകാത്ത വേലക്കാർ, വിച്ഛേദനക്കാർ. യഹൂദ മതാനുസാരികളെയാണ് നായ്ക്കൾ എന്ന് വിളിക്കുന്നത്. അവരെ സൂക്ഷിക്കുവാൻ ഒരു മുൻകരുതൽ അവരെ എടുക്കണമെന്ന് അപ്പോസ്തലൻ പറയുന്നു. പുറജാതികളെ കുറിച്ച് പറയുന്ന വാക്ക് ഈ യഹൂദ ജാതിക്ക് യോജിക്കും. നായ്ക്കൾ എന്ന വാക്ക് യഹൂദ ജാതിക്ക് യോജിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഈ ശരിക്കും യഹൂദ മതാനുസാരികൾ, ശാസ്ത്രിമാർ, ഈ പഠിപ്പിക്കുന്നവരൊക്കെ കപടവേലക്കാരാണ്. നായ്ക്കളുടെ അശുദ്ധിയും സൂത്രവും ഒക്കെ അവർക്കുണ്ട്. പരിച്ഛേദന ആചരിക്കണമെന്ന് പറഞ്ഞ ക്രിസ്തീയ സഭയിലേക്ക് നുഴഞ്ഞു കയറി മറ്റുള്ളവരെ പുച്ഛിക്കുന്നവരാണ് അവർ. ശരിക്കും പരിച്ഛേദനക്കാരെന്ന് അവകാശപ്പെടാൻ അവർക്ക് യാതൊരു യോഗ്യതയുമില്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ പരിച്ഛേദനയുടെ ആന്തരികാർത്ഥം അവർക്ക് അറിയാതെ വെറുതെ അവരെ അംഗച്ഛേദം ചെയ്തവർ മാത്രമാണ്. പരിച്ഛേദനക്കാരെന്ന് വിളിക്കുവാൻ യോഗ്യർ നമ്മൾ തന്നെയാണ് എന്നാണ്, ക്രിസ്ത്യാനികളാണ് എന്നാണ് അപ്പോസ്തലൻ അവകാശപ്പെടുന്നത്. അത് കാരണം അവരെ പരിച്ഛേദനക്കാരെന്ന് വിളിക്കുന്നതിന് പകരം വിച്ഛേദനക്കാരെന്ന് വിളിക്കുവാനാണ് അപ്പോസ്തലന് ഇഷ്ടം. കാരണം നാമല്ലോ പരിച്ഛേദനക്കാർ എന്ന് അപ്പോസ്തലൻ പറയുന്നു. ശരിക്കും പരിച്ഛേദനയ്ക്ക് പഴയ നിയമത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. ലേവ്യ 26:41 ഇന്ന് നാമാണ് പരിച്ഛേദനക്കാരെന്ന് അപ്പോസ്തലൻ പറയാൻ കാരണം നാം ക്രിസ്തുയേശുവിലാണ് പ്രശംസിക്കുന്നത്, അല്ല ബാഹ്യ കർമ്മങ്ങളിൽ അല്ല. പരിച്ഛേദനക്കാർ ബാഹ്യ പദവികളിലും കർമാചാരങ്ങളിലും അവർ വിശ്വസിക്കുന്നു. നാം ജഡത്തിൽ ആശ്രയിക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരെ ജഡത്തിൽ ആശ്രയിക്കുന്നു. അവർ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല. എന്നാൽ നാം എന്ത് ചെയ്യുന്നു? ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്നു. നാം ദൈവാത്മാവിൽ ആരാധിക്കുന്നത് കൊണ്ട് നമ്മൾ തന്നെയാണ് പരിച്ഛേദനക്കാർ. തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ പൗലോസിൻ്റെ കഴിഞ്ഞ ജീവിതം അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഫിലിപ്പിയർ 3:4-6 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഈ 3-ാം വാക്യത്തിൽ ജഡത്തിൽ ആശ്രയിക്കുന്നതിനെതിരെ നിന്ന പൗലോസ് ഇവിടെ തനിക്ക് ജഡത്തിൽ ആശ്രയിക്കുവാനുള്ള വകയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ തൻ്റെ ശ്രേഷ്ഠതയ്ക്കുള്ള 7 കാരണങ്ങൾ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. 1, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ. അബ്രഹാമിന് ദൈവം കൊടുത്ത ഈ കൽപ്പന അത് ഉൽപ്പത്തി 17:12 കാണുന്നുണ്ട്. പിന്നീട് 8-ാം നാളിൽ അവർ ഇസ്രായേലിൽ 8-ാം നാളിൽ അത് പതിവായി ആചരിക്കുവാൻ തുടങ്ങി. ഇവൻ യേശുക്രിസ്തുവിനെ പരിച്ഛേദന കഴിപ്പിച്ചത് 8-ാം നാളിലാണ്. അപ്പോസ്തലൻ തൻ്റെ പ്രൗഢിയുടെ ഒരു കാരണം പറയുന്നത് 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ എന്നാണ്. 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുക എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു പദവിയായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലന് അഭിമാനിക്കുവാൻ 7 കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്നാമത്തേതാണ് ഈ 8-ാം നാളിലുള്ള പരിച്ഛേദന. എന്നാൽ അടുത്തതായിട്ട് പറയുന്നത് ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജാതിക്കാരൻ എന്ന് പറയുന്നത്?
അബ്രഹാമിൻ്റെ സന്തതികളെന്ന് അവകാശം പറയുന്ന ഇസ്മായേല്യരും ഏദോമ്യരും മറ്റ് സങ്കര വർഗക്കാരായ യഹൂദർ ഉള്ളതുകൊണ്ട് ആണ് ഇത് പറയുന്നത്. ദൈവം സ്വന്തം ജാതിയായി സ്വീകരിച്ചത് യാക്കോബിൻ്റെ സന്തതികളെയാണ്, അവരെയാണ് ഇസ്രായേല്യർ എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് മൂന്നാമത് പറയുന്നുണ്ട്, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ് എന്നും. 12 ഗോത്രപിതാക്കന്മാരിൽ ബെന്യാമിൻ മാത്രമാണ് കനാനിൽ ജനിച്ചത്. ഉൽപ്പത്തി 35 18 മുതൽ 19 വരെയുള്ള ഭാഗത്ത് അത് കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ഷൗൽ ബെന്യാമിൻ ഗോത്രക്കാരൻ ആയിരുന്നു. അപ്പോസ്തലന്റെ വിളിപ്പേരും ഷൗൽ എന്നായിരുന്നു. ബെന്യാമിന്യർ പൊതുവെ ശൂരന്മാരും ഉഗ്രന്മാരും ഭരണസാമർഥ്യമുള്ളവരും ആയിരുന്നു. എബ്രായൻ പിന്നെ പറയുന്നത് അടുത്ത 4ാമത്തെ തൻ്റെ യോഗ്യത, തനിക്ക് അഭിമാനിക്കാനുള്ള യോഗ്യതയിൽ 4ാമതായിട്ട് പറയുന്നത്, ഞാൻ എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് പറയുന്നുണ്ട്. ശരിക്കും റോമൻ രീതികളും ഗ്രീക്ക് രീതികളും ആചരിച്ചു വന്ന അനുസരിച്ച് ജീവിക്കുന്ന യഹൂദന്മാർ ധാരാളം അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോസ്തോലന് എന്താണെന്നറിയാമോ? എബ്രായ മാതൃഭാഷക്കാരനും എബ്രായ ജാതിയുടെ ന്യായപ്രമാണം അനുസരിക്കുന്നവനും മാത്രമല്ല എബ്രായ ന്യായപ്രമാണത്തെക്കുറിച്ച് വളരെയധികം പാണ്ഡിത്യമുള്ളവനുമായിരുന്നു, എബ്രായ പണ്ഡിതനുമായിരുന്നു. ഇതുവരെ പറഞ്ഞ 4 കാര്യങ്ങൾ, ഒന്ന് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റത് ബെന്യാമിൻ ഗോത്രക്കാരന് എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായന്, അത്രയും കാര്യങ്ങൾ പൗലോസിൻ്റെ ജന്മസിദ്ധമായ മാഹാത്മ്യങ്ങളാണ്. എന്നാൽ പൗലോസ് നേടിയെടുത്ത 3 കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. അപ്പം താനൊരു പരീശനാണ്, മാത്രമല്ല ഒരു പരീശൻ്റെ മകനുമാണ്. പിന്നെ എബ്രായ മതത്തെക്കുറിച്ച് ന്യായപ്രമാണത്തെക്കുറിച്ച് നന്നായി പഠിച്ചവനും ന്യായപ്രമാണത്തിൽ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കുന്നവനും അല്ലെങ്കിൽ അക്ഷരം പ്രതി അനുസരിക്കുന്നവനും ആണ് പരീശൻ. അതിഭക്തന്മാരാണ് അവർ. കർത്താവിനെ ശരിക്കും എതിർക്കുന്നവരും ആയിരുന്നു ഈ പരീശന്മാർ. പിന്നെ അടുത്ത ഭാഗം ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എത്രമാത്രം ഉപദ്രവമാണ് ക്രിസ്ത്യാനികൾക്ക് അപ്പോസ്തലൻ ചെയ്തിരുന്നതെന്ന്. ഇപ്പം മതപീഡനം കൊണ്ട് ഒരാൾക്ക് സ്വർഗം കിട്ടുമെങ്കിൽ അത് ആദ്യം കിട്ടേണ്ടത് അപ്പോസ്തലനാണ്. അത് അത്രമാത്രം പീഡനം അഴിച്ചുവിട്ട ഒരാളാണ് അപ്പോസ്തലൻ. പിന്നെ അവിടുത്തെ 7ാമത്തെ ഭാഗം ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അനിന്യൻ. അപ്പം ന്യായപ്രമാണം മുഴുവനും അതേപടി അനുസരിക്കുന്ന അപ്പോസ്തലന്റെ യോഗ്യതയാണ് ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങളും. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോഴേ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും തിങ്കളാഴ്ചത്തെ പഠനത്തിൽ നാം പഠിച്ചത് പൗലോസിനെ അഹങ്കാരിയാക്കിയ ഈ 7 കാര്യങ്ങളുണ്ടല്ലോ, അത് ശരിക്കും വിശ്വാസത്തിൻ്റെ തടസ്സങ്ങളാണ്. അതെല്ലാം ഭൗതികമായിട്ട് അവൻ നേടിയെടുത്തതോ അല്ലെങ്കിൽ ജന്മം കൊണ്ട് സിദ്ധിച്ചതോ. എന്നാൽ ഇതെല്ലാം നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിന് തടസ്സമാണ്. യേശു പഠിപ്പിച്ച തിരുവചന മൂല്യങ്ങളെക്കാൾ യഹൂദ മതങ്ങൾക്കുള്ള അല്ലെങ്കിൽ യഹൂദ മൂല്യങ്ങൾക്കുള്ള പ്രസക്തിയാണ് കൂടുതൽ പൗലോസ് അപ്പോസ്തലൻ പാലിച്ചിരുന്നത്. ക്രിസ്തീയ സദാചാരത്തിൻ്റെ വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഈ ശൗലിൻ്റെ ഒരു മാനസാന്തരത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ക്രിസ്തീയ സഭയിൽ മാനസാന്തരം വരുത്തിയ ഒരു സംഭവം അത് തർസോസുകാരനായ ശൗലിൻ്റെ മാനസാന്തരമാണ്. ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റം വരുത്തിയ. ഈവൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് 14-15 നൂറ്റാണ്ടൊക്കെ ആയിക്കഴിഞ്ഞ സമയത്ത് ക്രിസ്തീയ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തിയത് എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് ലൂതറിൻ്റെ പ്രഖ്യാപനമാണ്. അതുപോലെ ശക്തമായ ഒരു പ്രഖ്യാപനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ദമസ്കോസിൽ വെച്ച് സംഭവിച്ചത്. യേശുവിനെ ഏറ്റവും അധികം വെറുത്ത ശൗല് യേശുവിൻ്റെ ഉത്തമ ശിഷ്യനായി തീരുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതെന്താണ് വാസ്തവത്തിൽ? ദൈവീയ കരുണയുടെ അത്ഭുതരൂപമായ ഉദാത്തമായ ഒരു പ്രതിഭാസമാണ് ദമസ്കോസിൽ തെരുവീതിയിൽ സംഭവിച്ചത്. ആ പ്രതിഭാസം എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ വളരെ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്.
എന്താണെന്നറിയാമോ? ശൗലിൻ്റെ ചുറ്റും മധ്യാഹ്ന സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുന്ന വെളിച്ചം മിന്നി. സാധാരണ നല്ല പ്രകാശം ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായി കാണാം. എന്നാൽ ഇവിടെയാണ് എങ്കിൽ സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുന്ന വെളിച്ചം മിന്നിയപ്പോൾ അവൻ അന്ധനായി തീർന്നു എന്നാണ് പറയുന്നത്. അതാണ് ഈ അത്ഭുത പ്രതിഭാസം, അന്ധനായി തീർന്നു. അപ്പം നഗരത്തിൽ പിന്നെ എത്താൻ കഴിഞ്ഞില്ല, ആരെയും പീഡിപ്പിക്കാൻ കഴിഞ്ഞില്ല. പരസഹായം ആവശ്യമായി വന്നു നഗരത്തിലെത്താൻ. അതോടുകൂടെ സിംഹസമാനം ഗർജിച്ചിരുന്ന ഗർവിഷ്ഠനായ ശൗൽ എന്തായി മാറിയെന്നറിയാമോ? ഒരു കുഞ്ഞാടിനെ പോലെ ശാന്തനായി മാറി. ശരിക്കും യോഹന്നാൻ 9-ാം അധ്യായത്തിൽ അന്ധനായ മറ്റൊരാളുടെ കഥ പറയുന്നുണ്ട്, പിറവിയിലെ കുരുടൻ. അവൻ്റെ ഒരു അന്ധത എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇവിടെ 1-ാം നൂറ്റാണ്ടിലെ യഹൂദ മത ലോകത്ത് ദമസ്കോസ് റോഡിൽ മഹത്വീകരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അപ്പോസ്തലൻ കാണുന്നു. അതാണ് അതിൻ്റെ രണ്ട് വിശ്വാസം. ഒന്ന് ദൈവനാമം മഹത്വപ്പെടുത്തേണ്ടതിന്, മറ്റ് മഹത്വപ്പെട്ട യേശു ക്രിസ്തുവിനെ ദമസ്കോസിൻ്റെ ആ വഴിയിൽ അപ്പോസ്തലൻ കണ്ടു. അപ്പോൾ സ്വർഗത്തിലെയും പുതിയ ഭൂമിയിലെയും നിത്യജീവനേക്കാൾ വിലപ്പെട്ട വേറൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം അപ്പോസ്തലൻ മനസ്സിലാക്കി. എന്നാൽ അത് അപ്പോസ്തലൻ മനസ്സിലാക്കിയെങ്കിൽ അത് കാണാതിരിക്കുവാനുള്ള അന്ധത നമുക്കൊരിക്കലും ബാധിക്കരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പൗലോസ് ക്രിസ്തുവിൽ കണ്ടെത്തിയ ധനവുമായി താരതമ്യം ചെയ്തപ്പോൾ, നമ്മുടെ മനപ്പാഠവാക്യത്തിൻ്റെ ഭാഗത്ത് പറയുന്ന എല്ലാം ഞാൻ ചവറ എന്ന് എണ്ണി. അപ്പോൾ അപ്പോസ്തലന് ക്രിസ്തുവിൽ കണ്ടെത്തിയ ധനവുമായി താരതമ്യം ചെയ്തപ്പോൾ മറ്റെല്ലാ നേട്ടങ്ങളും തനിക്ക് ഒന്നുമല്ലാതായി തീർന്നു, വെറും ചവറായി മാറിപ്പോയി എന്നാണ് പറയുന്നത്. നാം ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുന്നു. ക്രിസ്തുവിൽ വിശ്വാസം. ഫിലിപ്പിയർ 3:9 ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അതാണ് അപ്പോസ്തലന് ലഭിച്ചത്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് നീതി ഉണ്ട് എന്ന അപ്പോസ്തലന് വിശ്വാസമുണ്ട്. അത് ലഭിച്ചു എന്ന് വളരെ വളരെ ശക്തമായിട്ട് അപ്പോസ്തലൻ പറയുന്നു. എന്നാൽ ഈ നീതി ലഭിച്ചു എന്ന്, അല്ലെ ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു എന്ന് ഇപ്പം എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറയുവാൻ കഴിയുമോ? ആത്മാർത്ഥമായി കഴിയണം. അതാണ് അതിനുവേണ്ടി നമ്മൾ അപ്പോസ്തലൻ എന്ത് ത്യാഗം സഹിച്ചോ ദൈവരാജ്യം ലഭിക്കുന്നതിന് നമ്മൾ ത്യാഗം സഹിക്കേണ്ടതാണ്. ക്രിസ്തുവിൽ കണ്ടെത്തപ്പെടുക എന്നത്, അപ്പോസ്തലൻ പറഞ്ഞു ഞാൻ ക്രിസ്തുവിൽ കണ്ടെത്തപ്പെട്ടു. എന്നാൽ അത്രയും വിശേഷമേറിയ ക്രിസ്തുവിൽ കണ്ടെത്തുക എന്ന് പറയുന്നതിൻ്റെ അത്രയും വിശേഷമേറിയ ഒരനുഭവം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. എഫേസ്യർ 1:4 നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. എത്ര ആശ്വാസകരമായ ഈ അപ്പോസ്തലൻ കണ്ടെത്തിയ നീതി കണ്ടെത്തുന്നതിന് വേണ്ടി എത്ര വിശേഷതരമായ ഒരു വാക്യമാണ് ഇവിടെ, ഒരു പ്രോമിസാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. താൻ തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അപ്പം നമ്മെ മുൻപേ തന്നെ തിരഞ്ഞെടുത്തതാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് അന്വർത്ഥമാക്കേണ്ടതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം ഉണ്ടാവണം. അപ്പോസ്തലനെ പോലെ 1 കൊരിന്ത്യർ 1:30 പറയുന്നത് ഇപ്പം അങ്ങനെ ശരിക്കും ഞാൻ പറഞ്ഞ എഫേസ്യർ 1:4 നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിൽ ആ അപ്പോസ്തലന് കിട്ടിയ എന്താണെന്ന് അറിയാമോ? രക്ഷാപദ്ധതിയിൽ ഉൾപ്പെട്ടതെല്ലാം അപ്പോസ്തലന് ലഭിച്ചു. 1 കൊരിന്ത്യർ 1:30 നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു.
അതാണ് അതിൻ്റെ ഏറ്റവും വിലപ്പെട്ട ഭാഗങ്ങൾ. ഒന്ന്, നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനമുണ്ട്, നീതിയുണ്ട്, ശുദ്ധീകരണമുണ്ട്, വീണ്ടെടുപ്പുണ്ട്. ഇതല്ലാതെ വേറൊന്നും ഒരു ക്രിസ്ത്യാനിക്ക് ഈ ലോകത്ത് ആവശ്യമില്ല. നമ്മുടെ ആത്മീയ ബുദ്ധിയുടെ ഉദയം എന്ന് പറയുന്നതാണ് ജ്ഞാനം. ഇവിടെ പറഞ്ഞില്ലേ, ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും. ആ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ബുദ്ധിയുടെ ഉദയം. വിശ്വാസത്താൽ ഉള്ളതാണ് നീതീകരണം. അതാണ് ഇവിടെ പറയുന്ന നീതി. അത് കഴിഞ്ഞ് സ്വർഗത്തിനായുള്ള ഒരുക്കമാണ്. സ്വർഗത്തിനായിട്ട് നമ്മൾ എങ്ങനെ ഒരുങ്ങുന്ന ആ ഒരുക്കമാണ് വിശുദ്ധീകരണം. ഒടുവിൽ രണ്ടാം വരവ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ ചേർക്കപ്പെടുന്നതാണ് വീണ്ടെടുപ്പ്. എന്ന് വെച്ചാൽ ബഹുദ്ധീകരണം വരെ രക്ഷ. ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മളെ കുറിച്ച്. നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ പദ്ധതി ദൈവം നിറവേറ്റുകയും ചെയ്യും. എന്ന് വെച്ചാൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പം ക്രിസ്തുവുമായുള്ള ബന്ധത്തിലും കൂട്ടായ്മയിലും ഇരുന്നുകൊണ്ട് അവൻ്റെ നിസ്തുല്യ യോഗ്യതകൾ മനസ്സിലാക്കി അംഗീകരിക്കുന്നതാണ് നേടുക എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്തുവിനെ നേടി എന്ന് പറയത്തില്ലേ, ആ ക്രിസ്തുവിനെ നേടി എന്ന് പറയുന്നത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിലും കൂട്ടായ്മയിലും ഇരുന്നു കൊണ്ട് അവൻ്റെ നിസ്തുല്യമായ യോഗ്യതകൾ മനസ്സിലാക്കി അംഗീകരിക്കുന്നതാണ് നേടുക എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു സമയം അപ്പോസ്തലനാണെങ്കിൽ ഒരു സമയം ഇതിലും പ്രാധാന്യമേറി കണ്ടിരുന്നത് ന്യായപ്രമാണം ആയിരുന്നു. ന്യായപ്രമാണം അനുസരിക്കാതെ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേലിൽ ഈ പറയുന്ന പ്രൗഢികളിൽ എല്ലാം ഉള്ള പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാം ചെയ്തിരുന്നത് എന്താണെന്ന് അറിയാമോ? ഈ കർത്താവായ യേശുക്രിസ്തു നമുക്ക് തരുന്ന കർത്താവിൻ്റെ നിസ്തുല യോഗ്യതകൾ മനസ്സിലാക്കി അംഗീകരിക്കുന്നതിന് പകരം ന്യായപ്രമാണം അക്ഷരം പ്രതി അനുസരിക്കുക എന്ന ഒരിക്കൽ അപ്പോസ്തലൻ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ അത് തള്ളിക്കളഞ്ഞ് ക്രിസ്തുവിനെ നേടിയിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ ഘോഷിക്കുന്നു. അതെല്ലാം അപ്പോസ്തലൻ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഞാൻ ക്രിസ്തുവിനെ നേടിയിരിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാമം കർത്താവിനെ നേടി എന്ന് പറയുവാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോസ്തലനെ പോലെ നമ്മൾക്കും പറയാൻ കഴിയണം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനെ നേടി. എങ്ങനെയാണത്? അത് കർത്താവിനെ നമ്മുടെ സർവസ്വവുമായി അംഗീകരിച്ച് പൗലോസിനെ പോലെ പലതും തള്ളിക്കളയുവാൻ നമ്മൾക്ക് കഴിയണം. പക്ഷേ നമ്മൾക്ക് കർത്താവിനെ നമ്മൾ അംഗീകരിക്കും പലപ്പോഴും. പക്ഷേ പലതും ഈ ലോകത്തിലുള്ള മാനങ്ങളെ, സ്ഥാനങ്ങളെ, പ്രൗഢികളെ, പണം, മക്കള്, ഭാര്യ, കുഞ്ഞുങ്ങളെ എല്ലാം ശരിക്കും ഈ ഫലത്തിലുള്ള എല്ലാ മുഴുവൻ അംഗീകാരവും തള്ളിക്കളയാൻ നമ്മൾ തയ്യാറാണോ? അല്ല. അത് തള്ളിക്കളയണം അപ്പോസ്തലനെ പോലെ. ലാസ്റ്റ് ഭാഗത്തിലേക്ക് നാം വരുന്ന വ്യാഴം. ഒരേ ഒരു കാര്യം മാത്രം, ക്രിസ്തുവിനെ അറിയുക. നല്ല ഹെഡിങ് ആണ് അല്ലേ? ഞാൻ ക്രിസ്തുവിനെ എങ്ങനെ അറിയണം? ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള ഭാഗത്ത്, അത് നമ്മുടെ മനഃപ്പാഠവാക്യമാണ്, നമ്മളത് പഠിച്ചതാണ്. എന്താണ്? അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിന് ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. അതാണ് 3-10 മുതൽ 16 വരെയുള്ള ഭാഗം. അതിനുശേഷം 11 നാം വായിക്കുന്ന ഉടനെ 11 കൂടെ ഉണ്ട്, 10ഉം 11ഉം. ഇനി 12ാമത്തെ വാക്യം മുതൽ ക്രിസ്തീയ ജീവിതത്തെ ഓട്ടക്കളത്തിലെ മത്സരത്തോടാണ് അപ്പോസ്തലന് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്നാമതെത്തുക എന്നതാണ് ഒരോട്ടക്കാരൻ്റെ ലക്ഷ്യം. ആരോടാ നിന്നാലും ഒന്നാമതെത്തണം എന്നുള്ളതാണ്, അല്ലാതെ ലാസ്റ്റ് നിൽക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ല. യേശു ക്രിസ്തു തന്നെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ, ആ ലക്ഷ്യം കൈവരിക്കുവാൻ പൗലോസ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. പൗലോസ് എല്ലാം ഈ ശരിക്കും വലിയ ഓട്ടക്കാരെല്ലാം ജീവൻ മരണ പോരാട്ടമാണ് അല്ലേ? അതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഇവിടെ 1 കൊരിന്ത്യർ 9:24 ഓട്ടക്കളത്തിൽ വിരുദ് പ്രാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓട്ടക്കളത്തിൽ എങ്ങനെയാണ് വിരുദ് പ്രാപിക്കുന്നത്? അത് തന്നെ ഫിലിപ്പിയർ 3:14 ആ ഓട്ടം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് അപ്പോസ്തലൻ പറയുന്നു. ഒരിടത്ത് ഓട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്, എന്നാൽ ഫിലിപ്പിയർ ലേഖനത്തിലെ 3:14 ആ ഓട്ടം എങ്ങനെയുള്ളത് എന്ന് പറയുന്നു. എങ്ങനെയുള്ളതാണ്?
പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നുവെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. ലക്ഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ഓടേണ്ടത്? ഒരു ഓട്ടക്കാരൻ പിറകോട്ട് നോക്കി ഓടിയാൽ അത് അവൻ്റെ പരാജയത്തിന് കാരണമാകും. അതുകൊണ്ട് പൗലോസിനെ പോലെ മുമ്പിലുള്ള ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ച് വേണം ഓടാൻ. നമ്മൾ ഓടേണ്ടത് അങ്ങനെയാണ്, മുമ്പിലുള്ള ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ച് ഓടണം. ഫിലിപ്പിയർ 3:21 അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. അപ്പം സർവശക്തി നമ്മളിലേക്ക് തരുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ബലഹീനമായ ഈ ശരീരം, താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരം. എത്ര മാഹാത്മ്യമേറിയ വാഗ്ദത്തങ്ങളാണ് ഇതിനകത്ത് ലഭിക്കുന്നത്. വളരെ ശക്തമായി നമ്മൾ ബൈബിൾ പഠിച്ചാൽ നമ്മൾ ദൈവത്തെ കാണുന്നത് പോലെ തന്നെ നമ്മൾക്ക് തോന്നും. ശരിക്കും കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പീഡനം അനുഭവിച്ചപ്പോൾ 10,000ങ്ങളിൽ സുന്ദരനായിരുന്നവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വൈരൂപ്യമുള്ളവനായി മാറി കഷ്ടതയുടെ നടുവിൽ. എന്നാൽ അങ്ങനെ ഒരു ചിത്രം നമ്മൾ നോക്കി, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുൾക്കിരീടമൊക്കെ തലയിൽ നിന്നിങ്ങനെ രക്തം ഇങ്ങനെ ഇട്ടിട്ട് വീണു, രണ്ട് കൈകളിലും ഇരുമ്പാണി അടിച്ചു കയറ്റി കാലിലും കയറ്റി വിലാപ്പുറത്ത് കുത്തുകൊണ്ട് അവിടുന്ന് വെള്ളം ചോര ഇറങ്ങുന്ന ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ട്. അത് കണ്ടാൽ സഹിക്കത്തില്ല. 10,000ങ്ങളിൽ സുന്ദരനായിരുന്നവൻ കണ്ടാൽ ആളല്ല എന്ന് തോറുമാറി വിരൂപനായി തീർന്നു. എന്നാൽ അപ്പോസ്തലൻ ഇവിടെ വേറൊരു പിക്ചറൂടെ നമുക്ക് തരുന്നുണ്ട്. എന്താണെന്നറിയാമോ? എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ തൻ്റെ പഴയ മഹത്വത്തിലേക്ക് തിരികെ പ്രവേശിച്ചു, സ്വർഗീയ തേജസ്സിനാൽ നിറയപ്പെട്ടു. അപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ മഹത്വീകരിക്കപ്പെട്ട ഒരു യേശുക്രിസ്തുവിനെയാണ് പിന്നെ അപ്പോസ്തലന്മാരൊക്കെ കണ്ടു എന്ന് പറയുന്നത്, മാളിക മുറിയിലൊക്കെ കണ്ടത്. അപ്പോൾ യോഹന്നാനും ഇതുപോലെ കണ്ടത്. എവിടെ വെച്ചാണ് കണ്ടതെന്നറിയാമോ? പത്മോസിൽ വെച്ചാണ് കണ്ടത്. ശരിക്കും സ്വർഗീയ തേജസ്സിനാൽ നിറയപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ പത്മോസിൽ യോഹന്നാൻ കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും എന്ന് പറയുന്നുണ്ട്. ഇത് വളരെ നമ്മൾ വായിച്ചു നോക്കുമ്പോഴേ നമുക്കതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാകുമ്പോൾ നമ്മൾക്കറിയാതെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ക്രിസ്തീയ ആനന്ദമുണ്ട്. അത് അനുഭവിച്ചറിയുക എന്ന് പറയുന്നതിൻ്റെ, എനിക്കത് അങ്ങനെ പറഞ്ഞു തരാനേ അറിയുള്ളൂ, ഓരോരുത്തരും അനുഭവിക്കേണ്ടതാണ്. എന്താണെന്നറിയാമോ? യോഹന്നാൻ പത്മോസിൽ യേശുവിനെ കണ്ടതുപോലെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. യേശുവിനെ യഥാർത്ഥമായി അറിയുവാനുള്ള മാർഗങ്ങൾ എന്താണ്? ശരിക്കും യേശുവിനെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ നമ്മൾ അറിയേണ്ടത്? അല്ലെ കണ്ടിട്ടാണോ? അല്ലെ പിക്ചർ കണ്ടിട്ടാണോ? അല്ല. എവിടുന്നാണെന്ന് അറിയാമോ? കർത്താവിന് എഴുതപ്പെട്ട വചനങ്ങളിലൂടെ കർത്താവിനെ അറിയണം. തിരുവചനത്തിലൂടെ തന്നെ കർത്താവിനെ അറിയണം. നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ അങ്ങനെ റെഫർ ചെയ്തതിൽ ഈ കർത്താവിനെ, ഈ നമ്മളെ രക്ഷിക്കാനായി ഈ ഭൂമിയിൽ വന്ന കർത്താവിനെ നമുക്ക് എല്ലാ അർത്ഥത്തിലും കാണുവാൻ കഴിയും. പിന്നെയോ കർത്താവിൻ്റെ പുനരുത്ഥാന ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയിലൂടെ നമുക്ക് കർത്താവിനെയും അറിയാം. എങ്ങനെയാണ് പുനരുത്ഥാന ശക്തിയിലൂടെ കർത്താവിനെ അറിയുന്നത്? അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയുന്നത് വഴി നമുക്ക് ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിയാൻ കഴിയും. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ ഭാഗം പറയാം. അവൻ്റെ മരണത്തോട് നമ്മൾ അനുരൂപരാകണം. പിന്നെ കർത്താവിനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ അനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയുക. അപ്പം കർത്താവ് ക്രൂശിതനായ ആ സമയത്ത് അനുഭവിച്ച എല്ലാ വേദനകളും മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് കർത്താവിനെ അതിനെ അനുഭവിച്ചറിയുക എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് കർത്താവിനെ അറിയാൻ കഴിയും. ഈ കർത്താവിനെ
എല്ലാ ദിവസവും കണ്ടെത്തുവാൻ. ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞില്ലേ, മഹത്വീകരിക്കപ്പെട്ട കർത്താവുണ്ട്, പീഡനം അനുഭവിച്ച് വീണ്ടെടുക്കുവാനായി കഷ്ടത സഹിച്ചൊരു കർത്താവുണ്ട്. ഈ രണ്ട് പിക്ചറും നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ഈ കർത്താവിനെ എല്ലാ ദിവസവും കണ്ടെത്തുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നൽകി തന്ന അനുഗ്രഹത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്കായി സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ വന്നു, ഭൂമിയിൽ മനുഷ്യരോടൊപ്പം നടകൊണ്ട് കർത്താവെ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നതിനായി ക്രൂശിതനായി, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, തുളയ്ക്കപ്പെട്ടു. കർത്താവെ, ആ യേശുവിനെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, മഹത്വീകരിക്കപ്പെട്ട യേശുവിനെയും ഞങ്ങൾ ഇവിടെ കണ്ടു. കർത്താവെ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവ പാഠമാക്കി തീർക്കുവാൻ തിരുമേനിക്കും മനസ്സാകണം. ആ കർത്താവിനെ എതിരേൽക്കുവാനുള്ള യോഗ്യതയുള്ളവരായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ ചോദിച്ച നന്മകൾ കുറവ്, അധികമായ നന്മകൾ കൊണ്ട് അടിയങ്ങളെ പോറ്റി ഒടുവിലങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.